സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ബ്ലോഗുമായിട്ടാണ്. ഞങ്ങൾ പാർക്കിൽ പോയി പാർക്കിൽ ഉരുണ്ട് കളിച്ചു. പിന്നെ ഞങ്ങൾ ചെടി വാങ്ങാൻ പോയി, തയ്യും വാങ്ങാൻ പോയി. കൂട്ടുകാരെ, ഈ വീഡിയോ കാണാൻ മറക്കരുതേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. അപ്പോക്ക് നമുക്ക് വീഡിയോ കാണാം. ആദ്യമായിട്ട് പോയത് നമ്മൾ ആനക്കയത്തേക്കാണ്. ആനക്കയത്തിൽ നല്ല തൈകളും അതേപോലെ നല്ല ചെടികളൊക്കെ ഉണ്ട് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്കൊന്ന് അങ്ങോട്ട് പോയി നോക്കാം കേട്ടോ. പോകുമ്പോൾ നമുക്ക് നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കാണാം കേട്ടോ. നല്ല അടിപൊളി സ്ഥലങ്ങൾ, നല്ല കാണാനൊക്കെ നല്ല രസമുള്ള സ്ഥലങ്ങളാണ്. അപ്പം നമുക്കൊക്കെ ഒന്ന് ഇങ്ങനെ കണ്ടു നോക്കാം. Hai benar. Hai. Awal lah. Bayar. പോവാണ് പറയണം. പോവാണ് ഞങ്ങൾ പോവാണ്. നമ്മളവിടെ ഏകദേശം എത്താറായിട്ടുണ്ട്. ഇപ്പോൾ പാലത്തിൻ്റെ അടുക്കൊക്കെ എത്തി. പുഴയിലൊക്കെ നല്ല വെള്ളമുണ്ട്. വെള്ളമൊക്കെ നല്ല കരങ്ങിയിട്ടുണ്ട്. അതിൻ്റെ നല്ല മഴയായിരുന്നു 2 ദിവസമായിട്ട്. അപ്പോൾ നമ്മൾ ആനക്കയത്തേക്ക് എത്താനായിട്ടുണ്ട്. അപ്പം നമ്മളവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതവരെ അടച്ചിട്ടിട്ടുണ്ട്. ഞങ്ങൾ എത്തിയപ്പോൾ സമയം 1 മണി ആയിട്ടുണ്ട്. 2 മണി വരെ അടച്ചിട്ടുണ്ട്. 2 മണി കഴിഞ്ഞിട്ട് പിന്നെ തുറന്നു തരുള്ളൂ എന്ന് പറഞ്ഞു. ഏതായാലും സമയം ആടിന് മുന്നേ തന്നെ അവർ ഞങ്ങൾക്ക് തുറന്നു തന്ന് ഞങ്ങൾ ഇനി അതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് കേട്ടോ. പക്ഷേ ഞങ്ങൾക്ക് ഉള്ളിലേക്ക് കയറിയിട്ട് ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റിയില്ല. കാരണം അവിടുത്തെ ജോലിക്കാർക്കൊക്കെ കൊറോണ ഉണ്ടെന്ന് പറഞ്ഞ കാരണം ഞങ്ങൾ അവിടെ നിന്ന് സാധനങ്ങളൊന്നും തൈകളൊന്നും വാങ്ങാൻ പറ്റിയില്ല. തൈകളും ചെടികളൊന്നും ഞങ്ങൾക്ക് വാങ്ങാൻ പറ്റിയില്ല. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെയൊക്കെ ഒന്ന് വണ്ടിയിൽ തന്നെ കറങ്ങിയാണ്ട് എല്ലാതൊന്നും കണ്ടു. എല്ലാ അടിപൊളി ചെടികളൊക്കെ ഉണ്ട് അവിടെ. പക്ഷെ ഒന്നും വാങ്ങാൻ പറ്റിയില്ല. കൊറോണ എന്ന് കേട്ടപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് തിരിച്ചു പോന്നു കേട്ടോ. നമുക്ക് അവിടെ ഇതൊക്കെ ഒന്ന് ശരിക്കൊന്ന് വണ്ടിയിൽ ഒന്ന് പോയി കണ്ട് നമുക്കൊന്ന് കാണാം. അവിടെ നിന്ന് വണ്ടിയിൽ ഇരുന്നാണ്ട് ഞങ്ങളെല്ലാവരും കറങ്ങി ഒന്ന് കണ്ടു. കാണാൻ നല്ല രസമുണ്ടായിട്ടോ. ഇതിൽ നമ്മൾക്ക് ഇങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ നല്ല രസമുണ്ട് അവിടെയൊക്കെ കാണാൻ. പക്ഷെ നമുക്കവിടെ ഇറങ്ങിയാണ്ട് അതൊന്നും കാണാനുള്ളൊരു ഇതുണ്ടായില്ല. അപ്പോൾ ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഞങ്ങൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ കണ്ടു നോക്കി. അതൊക്കെ ഒന്ന് ഇറങ്ങി എല്ലാവരും വീഡിയോ ഒക്കെ എടുക്കണമെന്ന് കരുതിയായിരുന്നു. പക്ഷെ അതിങ്ങനെ കൊറോണ കാരണം അവിടെ കുറേ സ്ഥലങ്ങളിലൊക്കെ അടച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഇതേപോലെ ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ വണ്ടിയിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇതേപോലെ വണ്ടി പോയി ഞങ്ങൾ കണ്ടു കേട്ടോ. പിന്നെ ഞങ്ങൾ ഇതേപോലെ തിരിച്ചാണ്ട് പെട്ടെന്ന് പോവുകയും ചെയ്തു. നല്ല രസമുണ്ട് ഇവിടെയൊക്കെ കാണാൻ. പക്ഷേ ഇതൊക്കെ നമുക്ക് ഇറങ്ങിയിട്ടൊക്കെ ഇങ്ങനെ വീഡിയോ പിടിച്ച് കാണാൻ നല്ല രസമുണ്ടാവും. പക്ഷേ ഇതൊന്നും നമുക്ക് പറ്റിയില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നെ ഇപ്പോഴൊക്കെ പോയിട്ട് അവിടെ വീഡിയോ ഒക്കെ പിടിക്കാം.
വലിയൊരു കുളമൊക്കെ ഉണ്ട് കേട്ടോ. അതിലൊരുപാട് മോട്ടറൊക്കെ വെച്ചിട്ട് എടുക്കുന്ന ഒരു കുളമാണ്. അതൊക്കെ ഇതിൻ്റെയൊക്കെ അടുത്തൊക്കെ പോയിട്ടൊക്കെ വീഡിയോ പിടിക്കണം നിർത്തിയതായിരുന്നു. പക്ഷെ ഒന്നും നമുക്ക് പറ്റിയില്ല, സാഹചര്യം നമുക്ക് പറ്റിയതായിരുന്നില്ല. അപ്പോൾ പിന്നെ നമുക്കൊക്കെ പിന്നെയൊക്കെ കാണാമെന്നും കരുതി ഞങ്ങൾ തിരിച്ചു പോകുന്നു. ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല ചെടികളാണ്, പക്ഷെ ഒന്നും നമുക്ക് കാണാണ്ടൊരിതുണ്ടായില്ല. ഇവിടെയൊക്കെ നല്ല അടിപൊളി ചെടികളൊക്കെ ഉണ്ട്. ഒക്കെ വീഡിയോ എടുക്കാൻ ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടൊക്കെ കാണാനല്ലാതെ നമുക്ക് അതിൻ്റെ അടുത്തൊക്കെ പോകാനോ ഒന്നും വാങ്ങാനൊന്നും നമുക്ക് പറ്റിയില്ല. നല്ല അടിപൊളി ചെടികളൊക്കെ ഉണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് പോന്നിട്ട് ഇതേപോലെ അവിടെ അരിപ്പുര അടുത്തുള്ള അവിടെ വീടിൻ്റെ അടുത്തുള്ള ചെടീൻ്റെ ഇതുണ്ട്, ചെടീൻ്റെയും തൈൻ്റെ ഒക്കെ ഇതുണ്ട്. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടില്ല. അവിടെ നിന്ന് ഇതേപോലെ കുറേ നോക്കി നല്ല അടിപൊളി ചെടികളൊക്കെ ഉണ്ടായിരുന്നു. തൈകളും ചെടികളൊക്കെ എല്ലാം ഇതുണ്ടായിരുന്നു. നല്ല രസമുള്ള പൂക്കളാണ്. ഇവിടെയൊക്കെ വിലക്കുറവുണ്ട്. പക്ഷെ ഞങ്ങൾ ഇവിടെ നിന്നും വാങ്ങിയിട്ടില്ല. ഞങ്ങൾ പിന്നെ വേറെ സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ നിന്നാണ് കുറച്ച് തൈകളും ചെടികളൊക്കെ വാങ്ങിയത്. ഇവിടെയൊക്കെ ഒരു നല്ല ചെടികളുണ്ട്, അതേപോലെ നല്ല തൈകൾ, ഈത്തപ്പഴത്തിൻ്റെ തൈകൾ, അതേപോലെ മാവ്, പ്ലാവ്, അങ്ങനെ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ. നല്ല നല്ല തൈകളാണ്. പിന്നെ ഞങ്ങൾ അരിപ്പുറ കാവുമ്പടി എന്ന സ്ഥലത്ത് നിന്നാണ് കേട്ടോ പിന്നെ തൈകൾ ഒക്കെ എടുത്തത്. നല്ല അടിപൊളി തൈകളുണ്ട്. ഇവിടുത്തെ തൈകളെക്കാട്ടിലും നല്ല തൈകളാണ്. നമുക്ക് വില കുറച്ചൊക്കെ അവിടെ നിന്ന് കിട്ടും. നല്ല തൈകളായിരുന്നു. അവിടെ നിന്ന് കുറേ തെങ്ങും തൈയും അതേപോലെ
പിന്നെ പിലാവ് തൈ 1 കൊല്ലം കൊണ്ടൊക്കെ കായ്ക്കണ പിലാവ് തൈ, 3 കൊല്ലം കൊണ്ട് കായ്ക്കണ തെങ്ങും തൈയും, 2 കൊല്ലം കൊണ്ട് കായ്ക്കണ തെങ്ങും തൈയൊക്കെ വാങ്ങി. എല്ലാ ചെടികളും അതേപോലെ എല്ലാ തൈകളും ഇവിടെ ഉണ്ട്. നല്ല കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് അവിടെ കേട്ടോ. എല്ലാ തൈകളാണ്, എല്ലാ ഐറ്റം ചെടികളും ഉണ്ട് അവിടെ. കാണാൻ തന്നെ നല്ലൊരു രസമാണ് അവിടെയൊക്കെ. അതുകൊണ്ടോ നല്ല ഭംഗിയുള്ള ചെടികളാണത്. കാണാൻ തന്നെ നല്ല രസമുണ്ട്. എല്ലാ ഐറ്റം തൈകളുണ്ട് കേട്ടോ. അതുകൊണ്ട് കുരുമുളകാണ് നിൽക്കുന്നത്. കുരുമുളക്, അതേപോലെ അമ്പായ, റംബുട്ടാൻ, അങ്ങനെ ഉള്ള എല്ലാ ഐറ്റം തൈകളും ഇവിടെ ഉണ്ട്. ഇങ്ങോട്ട് വന്നാൽ മതി. എല്ലാ തൈകളും ഒന്നിച്ച് കൊണ്ടുപോകാം. എല്ലാ തൈകളുണ്ട്. 2 കൊല്ലം കൊണ്ടൊക്കെ കായ്ക്കുന്നത്, 3 കൊല്ലം കൊണ്ടൊക്കെ കായ്ക്കുന്നത്, അതുപോലെ 1 കൊല്ലം കൊണ്ടൊക്കെ കായ്ക്കണേ നല്ല നല്ല തൈകളാണ്. ഇവിടേക്ക് വന്നാൽ മതി. തൈകൾക്കൊക്കെ ആവശ്യമുള്ളവർക്ക് ഇവിടേക്കൊക്കെ വന്നാൽ മതി. ചാമ്പക്ക തൈ, മാങ്കോസ്റ്റി പറഞ്ഞിട്ട് നല്ലൊരു തൈയുണ്ട്. ആവശ്യമുള്ളവർക്കൊക്കെ അത് അങ്ങോട്ട് വന്നാൽ മതി. നല്ല തൈകളാണ്. ഇത് മാങ്കോസ്റ്റി എന്ന് പറഞ്ഞ തൈയാണ് കേട്ടോ. ഈ തൈയിന് 6000 രൂപയാണ്. അതുപോലെ ഇതിന് ചെറിയ തൈകളൊക്കെ ഉണ്ട്. 100-200 കിട്ടുന്ന തൈകളൊക്കെ ഉണ്ട്. ഇത് നല്ല രസമാണ് തിന്നാൻ. ഇതിൻ്റെ വെളുത്തുള്ളിൻ്റെ തുളവിൻ്റെ പോലെയാണ് ഇതിൻ്റെ ഉള്ളിൽ തൊലിച്ച് തിന്നാൽ നല്ല രസമുള്ള ഇതാണ് കേട്ടോ. പഴമാണ്. എല്ലാവർക്കും ആവശ്യക്കാർക്കൊക്കെ തങ്ങിട്ട് വരാം. എല്ലാ ഐറ്റം തെങ്ങ് തൈകളും, മൂച്ചി, പ്ലാവ്, അങ്ങനെയുള്ള എല്ലാ ഐറ്റം തൈകളും ഉണ്ട്. കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ പിറ്റേ ദിവസം വന്നിട്ടാണ് അവിടുന്ന് പിലാവ് തൈ, അതേപോലെ തെങ്ങും തൈ, മാങ്കോസ്റ്റി എന്ന് പറഞ്ഞാൽ തൈ, റംബുട്ടാൻ, അങ്ങനെയുള്ള തൈകളൊക്കെ ഞങ്ങൾ വാങ്ങിയത്. അന്ന് വാങ്ങിയിട്ടില്ല. ഞങ്ങൾ നേരെ പിന്നെ ഞങ്ങൾ വലമ്പൂർ ഇമേജ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അതിലെല്ലാം ഇതേപോലെ തൈകളും ചെടികളൊക്കെ ഉണ്ട് പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി. അവിടെ അത് മാത്രമല്ല കേട്ടോ, അവിടെ നല്ല കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ നല്ല സ്ഥലമൊക്കെ ഉണ്ട്. നല്ല പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ, ഊഞ്ഞാലാടാൻ പറ്റിയതൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഇതേപോലെ നല്ല സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കാണാം. നല്ല രസമാണല്ലേ. നല്ല അടിപൊളി സ്ഥലങ്ങളാണ് ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ കാണുന്നതൊക്കെ. ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. നല്ല രസമുള്ള സ്ഥലങ്ങളാണ് അതൊക്കെ. ഇപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇമേജിൻ്റെ അവിടെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ഉള്ളിലേക്ക് കടന്നു നോക്കാം. നല്ല രസമുണ്ട് കേട്ടോ അവിടെ കാണാൻ. കുട്ടികൾക്ക് കളിക്കാനും, അതേപോലെ നമ്മൾക്ക് വൈകുന്നേരം ഇതേപോലെ കുട്ടികളൊക്കെ വൈകുന്നേരത്തൊക്കെ വന്നിട്ട് ഇതേപോലെ
കുട്ടികൾക്ക് കളിക്കുകയും ചെയ്യാം, നമുക്ക് ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരിക്കുകയും ചെയ്യാം. നല്ല ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ട് നല്ല രസമുള്ള സ്ഥലങ്ങളാണ്. എല്ലാവരും ഒന്ന് വന്ന് നോക്കുള്ളൂ, നല്ല അടിപൊളി സ്ഥലമാണ്. ഇതാണ് നമ്മുടെ പരമ്പൂരിലെ ഇമേജ്. അടിപൊളി സ്ഥലമാണ്, എല്ലാവരും കാണാൻ വന്നുകൊണ്ട്. ഇവിടെയുള്ള ചെടികളാണ് ഇതൊക്കെ കേട്ടോ. നല്ല രസമുള്ള ചെടികൾ തന്നെയാണ്. പക്ഷെ നമ്മൾ ആദ്യം കണ്ടുകൊടുത്തുന്ന അത്രക്കുള്ളൊരു വലിയൊരിതൊന്നും ഇവിടെ കാണാനില്ല. പക്ഷെ ഇവിടെ ഇവർക്ക് ചെടിനോടല്ല വലിയൊരിത്, അവർ പാർക്കും അതേപോലെ അങ്ങനെ കുട്ടികൾ കളിക്കാനുള്ളതിനോടൊക്കെയാണ് അവർക്ക് ഉള്ളത്. എന്നാലും കുഴപ്പമില്ലാത്ത ചെടികളൊക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ പിന്നെ ഇതുണ്ടോ, അങ്ങനത്തെയൊക്കെ ചെടികളാണ് ഇവിടെ അധികം ഉള്ളത്. പൂക്കളായിട്ടുള്ള അധികമൊന്നും ഇവിടെ ഇല്ല. അതേപോലത്തെ ഓരോരോ ചെടികളാണ് ഉള്ളത്. ഇവിടെ ഇങ്ങനത്തെ ഐറ്റംസാണ് എല്ലാതും ഉള്ളത്. ഫുള്ളും ഇങ്ങനത്തെ തന്നെ ഉള്ളത്. ഒരു പ്രത്യേക തരമാണ് കണ്ടതിൽ. പാമ്പിൻ്റെ ഒക്കെ പോലെ ഒരു ഇതിങ്ങായിട്ട് തോന്നും. നമുക്ക് അടുത്തുനിന്നൊക്കെ കാണുമ്പോൾ ഇതിലേറെ ഒരു പേടി പോലെ തോന്നും. പാമ്പിൻ്റെ ഒക്കെ അടുത്തേക്ക് പോകുമ്പോഴാണ് നമുക്കിതിൻ്റെ അടുത്ത് പോയാൽ എല്ലാ ചെടികളും ഇതേപോലെ തന്നെയാണ് ഉള്ളത്. ഫുള്ള് ഐറ്റം മുള്ളിൻ്റെ ഐറ്റമൊക്കെ ആയിട്ടുള്ള ഓരോരോ ചെടികളാണ്. അധികം പൂക്കളൊന്നും ഇവിടെ കാണാൻ തന്നെ ഇല്ല. കണ്ടോ, ഇതിൻ്റെ മേലെയാണ് കേട്ടോ കുട്ടികൾക്ക് കളിക്കാണ്ട് എല്ലാതുള്ളത്. എല്ലാ ഐറ്റം ഉണ്ട്. ഊഞ്ഞാലാടണമെങ്കിൽ ഊഞ്ഞാലാടുന്നുണ്ട്, കറങ്ങണ ഐറ്റംസ് ഉണ്ട്, എല്ലാതും ഉണ്ട്. ഇവിടെ വേറെ കുറേ ഫാമിലികളും ഉണ്ടായിരുന്നു. പിന്നെ കൊറോണ ആയത് കാരണം അധികം ആളൊന്നുമില്ല. അതിന് കുറച്ചൊക്കെ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. നല്ല കുട്ടികളൊക്കെ ഇതിലിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ. കുട്ടികൾക്ക് അതേപോലെ നല്ല ഇപ്പോൾ ഈ കൊറോണൻ്റെ അതുകൊണ്ട് കുട്ടികൾക്ക് വേറെ ദൂരത്തേക്കൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തുള്ള സ്ഥലത്തേക്കൊക്കെ വന്നങ്ങാണ്ട് ഇങ്ങനെ കുട്ടികൾക്കൊക്കെ സമയം ഇതാക്കാം. ഏതായാലും ഇപ്പോൾ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾക്കും തന്നെ ഒരു വീട്ടിലിരുന്നിട്ടൊക്കെ ഒരു മടുപ്പുണ്ടാവുമല്ലോ. അപ്പോൾ അതേപോലൊക്കെ ഇങ്ങനെ കൊടുന്നാലൊക്കെ കുട്ടികൾക്ക് ഇത് തന്നെയാണ്. എല്ലാം കളിക്കാനുള്ള സ്ഥലമുണ്ട്. എല്ലാം പോണട്ടോ. ഇതിലൊക്കെ ഇങ്ങനെ കയറി വെക്കുന്നുണ്ട്. ഉൾക്കത്തൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ ഉതിരുന്നതും കാണുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിലൊക്കെ ഇങ്ങനെ കയറി നോക്കുന്നുണ്ട്. എന്താ കുട്ടികളൊക്കെ ഇവിടുത്തെ ഇതിലൊക്കെ ഇങ്ങനെ കുട്ടികൾ കയറിനും ഉതിരിനൊക്കെ ഉണ്ട്. കുട്ടികൾക്കൊക്കെ അത് ഭയങ്കര രസമാണ്.
ഇതിൻ്റെ മേലൊക്കെ പിന്നെ ഞങ്ങൾ പോയിട്ട് അവിടെ നല്ല രസമുണ്ട്. ഇതിൻ്റെ മേലെ കാണാൻ നല്ല പച്ചപ്പുള്ള പുല്ലും ചെരിഞ്ഞങ്ങാടുള്ള നല്ലൊരു ഭംഗിയുള്ള ഇതായിരുന്നു. അവിടെ കുട്ടികൾക്കൊക്കെ എല്ലാം ഓടി കളിക്കാനും ഒക്കെ നല്ലൊരു ഇതുണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിൻ്റെ മേലെ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അതിൻ്റെ മേലേക്ക് ഞങ്ങളവിടെയൊക്കെ എല്ലാവരും ഇരുന്നിങ്ങനെ നമുക്കെല്ലാവർക്കും ഇരുന്നത് പോലെ കുട്ടികളൊക്കെ വന്നിട്ട് നമുക്കിങ്ങനെ സംസാരിച്ചിരിക്കുകയും ചെയ്യുക. അത് കുട്ടികളൊക്കെ നല്ല കളിക്കുക, ഓടി കളിക്കുക, ഉരുണ്ട് കളിക്കുക, പല രീതിയിൽ കുട്ടികൾ കളിക്കുക. നല്ല രസമുണ്ടായിരുന്നു. ഇതിൻ്റെ മേലെ കാണാൻ തന്നെ നല്ല രസമാണ്. എന്തൊരു രസമാണെന്നറിയോ, ഒന്ന് നോക്കിയെങ്കിലേ നമുക്കറിയുള്ളൂ. ഇത്രയൊക്കെ ഭംഗിയുണ്ട് കേട്ടോ. ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാനും പറ്റി നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്താൽ, അതേപോലെ വീഡിയോ ഒക്കെ എടുത്താൽ നല്ല രസമുണ്ട്. ഞാൻ അവിടുന്ന് പക്ഷെ നല്ല കുത്തുണ്ട്. എന്താ ഭംഗിയില്ലേ കാണാൻ. ചുറ്റി അതിനിങ്ങനെ നടക്കുന്നുണ്ട്. അവൾക്ക് ഭയങ്കര രസമായിരുന്നു അതൊക്കെ. അങ്ങനെ പിച്ച ഇങ്ങനെ വെച്ചോള് നടക്കുന്നുണ്ട് അതിനൊക്കെ. അപ്പോൾ പിടിച്ചിട്ടൊന്നും കിട്ടണില്ല. അവൾക്ക് ഇങ്ങനത്തെ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഉള്ളതൊക്കെ വരുന്നത്. കുട്ടികൾക്കൊക്കെ നല്ല രസമായിരുന്നു. അവർ ഓടി കളിച്ചിട്ടും ഉരുണ്ട് കളിച്ചിട്ടും ഭയങ്കര രസമായിരുന്നു അവർക്ക്. കുട്ടികൾക്കൊക്കെ നല്ല ഇതാണ് ഇവിടെ നിന്ന് കളിക്കാൻ. കാരണം ഇപ്പോൾ പുറത്തൊന്നും പോവാത്തതുകൊണ്ട് അവർക്ക് വേറെ രസമുള്ളത് അതാണ്. എവിടേക്കും പോകണമെന്നില്ല, സ്കൂളിലേക്ക് അവർക്കൊന്നും പോകണമെന്നില്ല. അപ്പോൾ അവർക്ക് ഇവിടെ ഇങ്ങനെ കളിക്കാനൊക്കെ നല്ലൊരു ഇതാണ്. നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. പച്ചപ്പും അങ്ങനെ ഉണ്ടാകുമ്പോൾ നല്ലൊരു ഇതാണ്. നമുക്ക് എടുത്തുനിന്ന് വന്ന് കാണാൻ നല്ലൊരു ഭംഗിയാണ്. ഭാവിയിൽ വരും കച്ചവടം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എങ്കിലേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ.